ഈ വഹാബിങ്ങൾ ആരെത്തിക്കണം? വഹാബിങ്ങൾ ഒരു ഭാഗത്ത് മുക്കാഗಂಟೆ എന്നും, പിന്നൊരു ഭാഗത്ത് സലഫി എന്നും, പിന്നൊരു ഭാഗത്ത് മുജാഹിദ് എന്നും, പിന്നൊരു ഭാഗത്ത് വഹാബി എന്നും, പിന്നൊരു ഭാഗത്ത് അഹ്ലെ ഹദീസ്, അഹ്ലെ ഖുർആൻ എന്നും, ഇന്നൊരു ഭാഗത്ത് വ്യത്യസ്തങ്ങളായ പേരുകളെ കൊണ്ട് അറിയപ്പെട്ടതായ ഒരു വിംഗായിട്ട് ഈ മുജാഹിദിസം നിങ്ങളതിൽ ഉണ്ട്. 8ഉം 12ഉമായിട്ട് പൊട്ടിയിട്ട് ഛിദ്രമായിട്ടുള്ളതായ ഒരു സമൂഹമായിട്ട് ഈ മുജാഹിദിസം. ನಾನು ചിൽഡ്രൻ മാത്രമല്ല, ഇത് സലഫിയുടെ ബായിലേക്ക് നോക്കാം. മുജാഹിദ് പ്രസ്ഥാനത്തിന് 3-4 ഗ്രൂപ്പ് ഉണ്ട്. ശരിയാണ്, 3-4 ഗ്രൂപ്പ് ഉണ്ട്. അയാൾക്ക് പോലും ഉറപ്പില്ല എത്ര ഗ്രൂപ്പ് ഉണ്ട്. 3-4 ഉണ്ട്, 3 4 12 ഗ്രൂപ്പ് ഉണ്ട്. ഡൗട്ട് ഇന്ന് കണ്ടേ ഞാൻ ക്ലിയർ ആക്കി തന്നെ 12 ഗ്രൂപ്പ്. പിന്നെ നോക്കൂ, ആ അഭിപ്രായ വ്യത്യാസം ഏതെങ്കിലും ഒരു മസലയിലല്ല, ചില നിലപാടുകളിലാണ് അഭിപ്രായ വ്യത്യാസം. മസ്അലല്ല, ഫിഖ് മസ്അലല്ല, എന്തുള്ളോ വ്യത്യാസമുള്ളോ, ഡിഫറൻസ് ഉള്ളോ. പിന്നെന്തരത്തിൽ നിലപാടുകളിൽ ഒരു മസലയിലാണെങ്കിൽ ആ മസല തീർത്താൽ മതി. അത് ഫിഖ് ആണെങ്കിൽ പ്രശ്നമില്ല, 2-3 അഭിപ്രായം ആകാമെന്ന് വിചാരിച്ചാലും മതി. 2-3 അഭിപ്രായം ആകാമെന്ന് വിചാരിക്കുന്ന നീ വേണ്ട. അത് വിചാരിക്കണ്ട. പണ്ട് വിചാരിച്ചിട്ട് ആ ഖുർആന്റെയും ഹദീസിനെ നോക്കിയിട്ട് 4 മദ്ഹബൈര് ആ 4 മദ്ഹബർ സ്വീകരിച്ചെങ്കിൽ ഇന്ത്യ അട്ടിമറിക്കണുണ്ട്. എന്തില്ല ഇനി ഇങ്ങനെ അള്ളാഹു ആരെ ചൊല്ലിട്ട് നോക്കാം. നാച്ചിലില്ല വഹാബിയെ ചൊല്ലിട്ടെങ്കിൽ അള്ളാഹു ആരുണ്ട്. 2 കൈകളും വലതാണ്. ലാ ഷിമാല ഫീഹിമാ, ആ 2 കൈകളിലും ഷിമാലില്ല, ഇടതില്ല. അല്ലാഹുവിന് 2 കൈയുണ്ട്. വകിൽതായദൈ യമീൻ, അവന്റെ 2 കൈയും വലം കൈയാണ്. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗനി വവാഹിദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇരിയ മുസ്തഹിലായ സിഫത്തുണ്ട്, ഇരിയ വാജിബായ കഡ്ഡായമായ സിഫത്തുണ്ട്, 1 ജായിസായ സിഫത്തുണ്ട്. ഈ 41 സിഫത്തുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതായ ഇലാഹായ സർവശക്തനായ റബ്ബ് അള്ളാഹു. പക്ഷേ സലഫിർ അള്ളാഹു എന്ത് ചെയ്തിട്ട് 2 കൈ ബലത്ത ഭാഗത്തുള്ള. മാത്രമല്ല ഞങ്ങളെ കിതാബിൽ ബുക്കിൽ എഴുതിയ ഒരു ഡീറ്റെയിൽസ് നോക്കണം. ഇത് ഞങ്ങളെ പല ബുക്സിലും അങ്ങനെ എഴുതിയത്. ഇന്ന് മയഞ്ഞു പോണ്ട ഇല്ല, അള്ളാഹുരെ വിശ്വാസം ഇത് എഴുതിക്കട. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 ചൊത്ത് ഇങ്ങനെ വെച്ചിട്ട് നോക്കണം. പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തണ്ട തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരെ ഏറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായതിന്റെ ശേഷ. ആ ദജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായതിന്റെ ശേഷം ഉള്ള പ്രശ്നം മുഴുവൻ പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോട് പറയാറുണ്ട്. കണ്ടോ കേട്ടാറാ മുത്തായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് ഈ വഹാബിയായ മനുഷ്യ ചൊന്നത് കേട്ടാറാ. നഊദു ബില്ലാഹി, ആറും ചൊലകു തീരല്ലേ. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഞങ്ങളെ ഉമ്മ ബാപ്പ ഞങ്ങൾ അതിയായിട്ട് പിരിസബെക്കട ആൾമാരല്ലേ. അങ്ങലേക്കാളും ഞങ്ങൾ അതിയായിട്ട് പിരിസബെക്കനായ ഒരു ജീമ അതേതിക്കട മുത്തായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെത്തിക്കട. പക്ഷേ ഈ മനുഷ്യന്മാർ ഇച്ച വഹാബിങ്ങൾ ചിലർ അവസ്ഥ നോക്കൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് ഇനി ഇത് നാഷണൽ വഹാബിങ്ങൾ, ഞങ്ങളെ റായത്തെ വഹാബിര വാദം നോക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് നബി ഇൽമുണ്ടാ, നബിക്ക് ഇൽമുണ്ടാ, നബി ആലിമ, നബി അബൂജഹൽ ഇല്ലെങ്കിൽ ഊത്തുബ ഷൈബ ബാക്കിന്നങ്ങ ഇൽമിന്നത്ര നബിക്ക് ഇൽമുന്ത ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ആലിമൈത്തിൻട്ട് ഏത് മുഫസ്സിർ ചൊന്നറോ. ഖുർആനിൽ അല്ലാഹു തആല ചൊല്ற അജ്ഞാനി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ചൊല്ற അജ്ഞാനി. ഇനി ജ്ഞാനി ചൊന്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവ് തരും. ഉമ്മി എന്ന പദത്തിന് ഈ മനുഷ്യ അർത്ഥ വെക്കടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 2 ബായി കൊണ്ട് നക്ഷത്ര സാധ്യല്ല അൺപടുന്നു. ഇത് ദൂരത്തെ മനുഷ്യല്ല, ഉള്ളാലത്തെ ചെമ്പുകൂട്ടൽ ജീവിക്കട മനുഷ്യ. ഇതൊരു സാമ്പിൾ ക്ലിപ്പ് മാത്രം. ഇതുപോലത്തെ കുറെ വഹാബികളെ ക്ലിപ്പുകളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിസാമാന്യമായിട്ട് കണ്ടതായ ഒരു കൗമിയുടെ ഈ വഹാബിസം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വഹാബികളെ ഷർറിൽ നിന്ന് എല്ലാവരും സലാമത്താവണം ഇൻഷാ അല്ലാഹ്. ഇനി പണ്ട് വീഡിയോകളിൽ ഈ വഹാബികളെ ഓരോ കുതന്ത്രത്തെ ഓരോ വീഡിയോസുകളും നിങ്ങളുടെ മുന്നുള്ള യൂട്യൂബ് ചാനലിൽ ഇടുക.
അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.